PSCയുടെ മുൻകാല ചോദ്യങ്ങളിലൂടെ ഇന്ത്യ ചരിത്രത്തിലേക്ക് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാം. 2020 മുതൽ 24 വരെ ചോദിച്ച വിവിധ എക്സാമുകളിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മൾ വിജയനഗര സാമ്രാജ്യം മുതൽ യൂറോപ്യന്മാരുടെ ആഗമനം വരെ പഠിക്കും. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദൻ MV. വിൻഡോജുവിൻ്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനലിൻ്റെയും നമ്മുടെ ആപ്പിൻ്റെയും ലിങ്ക് ഉണ്ട്. രണ്ടും ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒട്ടനവധി ഫ്രീ മെറ്റീരിയൽ, ഡെയിലി പ്ലാൻ, ഡെയിലി ക്വിസുകൾ, ഇതിൻ്റെയൊക്കെ PDF, ഇതിനെ ആധാരമാക്കിയിട്ടുള്ള പരീക്ഷകൾ എല്ലാം തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ആദ്യം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളൊന്ന് പരിശോധിക്കാം. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പഠിച്ചെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായും വിജയനഗര സാമ്രാജ്യം, അതുകൂടാതെ മറാത്ത സാമ്രാജ്യം, അക്ബറിൻ്റെ സംഭാവനകൾ, കർണാട്ടിക് യുദ്ധങ്ങൾ, പോർച്ചുഗീസ് കോളനിവൽക്കരണം, ഡച്ച് കോളനിവൽക്കരണം, അതുപോലെ തന്നെ ഫ്രഞ്ച് കോളനിവൽക്കരണം. ഇതാണ്. ഇനി നമുക്ക് ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. 5 വർഷത്തെ PYQ ആണ്. ഇന്ന് നമ്മൾ 7 പ്രധാന വിഷയങ്ങളാണ് കവർ ചെയ്യുന്നത്. അതിൽ 3 സാമ്രാജ്യങ്ങൾ, ഡച്ച്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, അതുപോലെ പ്രധാനപ്പെട്ട PSC പരീക്ഷകളിൽ വന്ന 7 യുദ്ധങ്ങൾ. വിജയനഗര സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ആദ്യം ഒന്ന് റൗണ്ട് ചെയ്തു പോകാം, പിന്നീട് വിശദാംശങ്ങളിലേക്ക് പോകാം. 1336 ഹരിഹര ബുക്കാനൻ സഹോദരന്മാരാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ചോദിച്ചിട്ടുണ്ട്, ഹരിഹര ബുക്കാനന്മാർ, ഓർത്തിരിക്കുക. ആ വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണ സംവിധാനത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഈ പ്രാവശ്യവും ചോദിച്ചു. ഈ PSC പരീക്ഷകളിൽ പ്രധാനപ്പെട്ട ഭരണകാലങ്ങളിലെ ഭരണ സംവിധാനത്തെക്കുറിച്ച് ചോദിക്കും, അതിലെ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചോദിക്കും. അത് ബ്രിട്ടീഷുകാരുടെ കാലത്താണെങ്കിൽ വൈസ്രോയിമാരുടെയും ഗവർണർ ജനറൽമാരുടെയും ചോദിക്കും. ഇപ്പം മാർത്താണ്ഡവർമ്മയുടെയും കൊച്ചിയിലെ ശക്തൻ തമ്പുരാൻ്റെയും ഭരണപരിഷ്കാരങ്ങൾ ചോദിക്കാറുണ്ട്. ശ്രദ്ധിച്ചു വെക്കണം. ഇന്ന് നമ്മൾ വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണ സംവിധാനത്തെക്കുറിച്ച് പഠിക്കും. മാത്രമല്ല, വിജയനഗര സാമ്രാജ്യം ഓർക്കുമ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹംപി പലപ്പോഴും കേരള PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. ഹംപി ചോദിക്കാറുണ്ട്. ആ ഹംപിയിലേക്ക് നമ്മളിന്ന് വരും. അതുകൂടാതെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഹംപി കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടതാണ് അവിടുത്തെ ഭരണ സമ്പ്രദായം, നായങ്കര ഭരണ സമ്പ്രദായവും അയ്യങ്കാർ സമ്പ്രദായവും. അവിടെ ഒരു കേന്ദ്ര ഭരണ സമ്പ്രദായവും ഉണ്ടായിരുന്നു, പ്രാദേശിക ഭരണ സമ്പ്രദായവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു യൂണിയൻ ഗവൺമെൻറ് ഉണ്ട്, അതൊരു ഭരണ സമ്പ്രദായമാണ്. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, അതൊരു സംസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു ഭരണ സമ്പ്രദായമാണ്. അത്തരം സമ്പ്രദായങ്ങൾ ഓരോ രാജാക്കന്മാരുടെയും കാലത്ത് പ്രാധാന്യമുള്ളതുണ്ടെങ്കിൽ അത് നമ്മൾ പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അമരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, നമ്മൾ പഠിക്കും. മറാത്ത സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യം, ഛത്രപതി എന്ന പേരിൽ അറിയപ്പെട്ട രാജാവ് ആരാണ്? ശിവജിയാണ്. ശിവജിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യമാണ്, അഷ്ടപ്രധാൻ ആരുടെ മന്ത്രിസഭയായിരുന്നു? ശിവജിയുടേതാണ്. 1775 മുതൽ 1819 വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റേത്. പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങൾ, ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ, അത് ചോദിച്ചു. ആംഗ്ലോ മറാത്ത യുദ്ധം ഡീപ്പായിട്ട് ചോദിച്ചു. ഒന്നാമത് ആംഗ്ലോ മറാത്ത യുദ്ധത്തിന് കാരണമായത് എന്താണ് എന്നുള്ളത്. ഇപ്പം 3 മറാത്ത യുദ്ധങ്ങൾ, അതിന് കാരണമായത്, അതിൻ്റെ ഫലങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഉടമ്പടികളും നമ്മളിന്ന് പഠിച്ചെടുക്കും. മറ്റൊന്ന് അക്ബറിൻ്റെ സംഭാവനകളാണ്. മുഗൾ ചക്രവർത്തി അക്ബറിൻ്റെ സാംസ്കാരിക സംഭാവനകൾ ചോദിക്കും. ഇപ്പം രാസ്നാമ പോലെ അക്ബറിൻ്റെ കാലത്താണ് രാസ്നാമ, മഹാഭാരതം എന്തായി മാറുന്നു? കംപ്ലീറ്റ് ചിത്രകഥാരൂപത്തിലാകും, ചിത്രങ്ങളാക്കി മാറ്റുന്നു. ചിത്രങ്ങളാക്കി മാറ്റിയത് ദസ്വന്താണ്. ആ ദസ്വന്തിനെ കുറിച്ച് ചോദിക്കും. അക്ബർ ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കാർഖാന എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, അതും പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഫത്തേപൂർ സിക്രി പരീക്ഷയിൽ പ്രത്യക്ഷപ്പെട്ടു. അക്ബർ നിർമ്മിച്ച പട്ടണമാണ് ഫത്തേപൂർ സിക്രി. അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുവായ സലീം ചസ്തിയുടെ ശവകുടീരത്തിന് ചുറ്റുമായിട്ടാണ് ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർണാട്ടിക് യുദ്ധങ്ങൾ, ആ കർണാട്ടിക് യുദ്ധം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധമാണ്. നമ്മൾ ഓർത്തിരിക്കണം, കർണാട്ടിക് യുദ്ധം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധമാണ്.
മൈസൂർ യുദ്ധം എന്ന് പറഞ്ഞാൽ മൈസൂർ സുൽത്താൻമാരായിട്ടുള്ള ടിപ്പു സുൽത്താൻ അടക്കമുള്ളവരുമായി ഇംഗ്ലീഷുകാർ നടത്തിയ യുദ്ധമാണ്. അവിടെയും 3 യുദ്ധമുണ്ട്. മൂന്നാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മലബാർ ബ്രിട്ടീഷുകാരുടെ കയ്യിലാവുന്നത്. ഞാൻ പറഞ്ഞു പോയി എന്ന് മാത്രം നമ്മൾ കേരള ചരിത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കേരള ചരിത്രത്തിൻ്റെ പ്ലേലിസ്റ്റ് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അവിടെ കേരള ചരിത്രം ഇതേപോലെ എല്ലാ ചോദ്യങ്ങളും വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ 3 ആംഗ്ലോ യുദ്ധങ്ങൾ, അത് ഇന്ത്യ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ അവിടെ ബ്രിട്ടീഷുകാർ വിജയിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട ഈ 2020 മുതൽ 24-25 വരെ ചോദിച്ച ചോദ്യങ്ങളിലൂടെ നമ്മൾ കവർ ചെയ്തു പോകും. അവിടെ ചോദിച്ചത് ആദ്യം വന്ന സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്, ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി ഏത്? പല തവണയാണ് അത് ചോദിച്ചത്. ഈ 2020 മുതൽ 2020 വരെ 24 വരെ പല രൂപങ്ങളിൽ. അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഒരു കോഡ് നിങ്ങൾക്ക് സുപരിചിതമാണ്, പോഡ ബീഫെ. ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആരാദ്യം വന്നു എന്ന് ഓർത്തൊഴിക്കാനുള്ളൊരു കോഡാണ് പോഡ ബീഫെ. പോ എന്ന് പറഞ്ഞാൽ പോണ്ടിച്ചേരി, ഡ ഡച്ച്, ബി ബ്രിട്ടീഷ്, എഫ് ഫ്രഞ്ച്, ഫ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച്. അത് ഒരു നല്ല കോഡാണ് ഓർത്തു വയ്ക്കാൻ. ആദ്യം ഇന്ത്യയിലെത്തിയതും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ നിന്ന് അവസാനം പോകുന്ന യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാരാണ്. നമുക്കവിടെ ഡീറ്റെയിൽ ആയിട്ട് കൺഫ്യൂഷൻ ഇല്ലാത്ത വിധം പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഗോവയിൽ നിന്ന് അവരെന്നാണ് പോയത്, അത് ചോദ്യം വന്നിട്ടുണ്ട്. 1961 ഗോവയിൽ നിന്ന് പോകുന്നത്. ബ്രിട്ടീഷ് കോളനിവൽക്കരണം ഇന്ത്യയിൽ 1947 അവസാനിച്ചു. അതിനുശേഷവും പോർച്ചുഗീസുകാർ പോയിരുന്നില്ല. പോർച്ചുഗീസുകാർ മാത്രമല്ല ഫ്രഞ്ചുകാരും പോയിരുന്നില്ല. ഈ 2 ചോദ്യങ്ങളും കേരള PSC പരീക്ഷയിൽ പലതവണ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇപ്രാവശ്യവും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്നാണ് ഡച്ച് കോളനിവൽക്കരണം. ഡച്ച് കോളനിവൽക്കരണവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യവും കുറച്ച് ഡീപ്പായി പോയതാണ്. ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോളനി ഏത്? ഇന്ത്യയിലെ കോളനികളൊന്നും തന്നിരുന്നില്ല, ഇന്തോനേഷ്യ തന്നിരുന്നു. ശരിയാണ്. 1824 യുദ്ധത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ സന്ധിയോടുകൂടി ആരിവിടുന്ന് പോയി? ഡച്ചുകാരുടെ ഇവിടുത്തെ അധിനിവേശം അവസാനിക്കുന്നുണ്ട് ഏറെക്കുറെ. പിന്നീട് അതിനു മുമ്പ് തന്നെ അവർ ആദ്യം എത്തിയ ഇന്തോനേഷ്യയിലായിരുന്നു അവരുടെ കോളനി. അതായിരുന്നു അവിടുത്തെ ഉത്തരം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതും ചിൻസുറ പോലെ ഡച്ചുകാരുടെ ആസ്ഥാനത്തെക്കുറിച്ചും നമുക്കൊന്നിന്ന് പഠിക്കാം. എൻ്റെ അവസാനം ഫ്രഞ്ച് കോളനിവൽക്കരണത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിക്കും. തുടർന്ന് പിന്നീട് ഇതുപോലത്തെ ഈ സീക്വൻസിൽ നമ്മൾ ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ച് പഠിക്കും. അങ്ങനെ കേരള PSCക്കുള്ള ടോപ്പിക്കുകൾ മുഴുവൻ 2020 മുതൽ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളിലൂടെ നമുക്ക് മുഴുവൻ കടന്നു പോകാം. അപ്പോൾ ഈ പങ്ക്തി അതുപോലെ നമ്മുടെ ചാനലും സ്ഥിരമായി കാണുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് മനസ്സിലായല്ലോ, PYQ 2020 മുതൽ 24 വരെയാണ് കഴിഞ്ഞ 5 വർഷത്തെ. അപ്പോൾ 2025 ചോദിച്ച ചോദ്യങ്ങളോ അത് നമ്മൾ ഇങ്ങനെ ടോപ്പിക് വൈസ് അല്ലാതെ തുടർച്ചയായി ആ ക്വസ്റ്റ്യൻ പേപ്പറും അനുബന്ധ വസ്തുക്കളും ചെയ്തുകൊണ്ട് പഠിക്കും. ഇങ്ങനെ 3 അപ്രോച്ചാണ് നമുക്കുള്ളത്. SCERT ടെക്സ്റ്റ് ബുക്ക് മുൻകാല ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് പഠിക്കുക, അതിലനുബന്ധ വസ്തുതകൾ പഠിക്കുക. അതുകൂടാതെ PYQ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ ടോപ്പിക് വൈസായി പഠിക്കുക. മറ്റതൊരു ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ ഒരു 10-12 ചോദ്യങ്ങൾ ഒന്നിച്ച് വിവിധ വിഷയങ്ങളായിട്ട് ആഴത്തിൽ തന്നെ പഠിക്കുക. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വിശദമായ ക്ലാസ്സിലേക്ക് പോവാം. റെഡിയാണല്ലോ? യെസ്, അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗത്തേക്ക് പോകാം. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം ചോദിച്ചിട്ടുണ്ട്. +2 ലെവലിലാണ്, 10th ലെവലിലും ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ യൂറോപ്യന്മാരുടെ ആഗമനം മുതലേ ചോദിക്കുള്ളൂ എന്ന് വിചാരിക്കേണ്ട. ചില പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ തന്നെ മുൻകാലങ്ങളിൽ ഇതുപോലെ ഈ അടുത്ത കാലത്തും മുന്നത്തെ ഭാഗത്തും ചോദിച്ചിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം എന്ന് പറയുന്നത് അയ്യഗാറാണ്. ആദ്യം നമുക്ക് ചോദ്യങ്ങൾ നോക്കാം, എന്നിട്ട് നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഈ ചോദ്യമാണ് വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കുന്നത്. ബാക്കിയൊക്കെ കണക്റ്റഡ് ഫാക്ട്സ് ആയിട്ട് മുൻകാലങ്ങളിൽ ചോദിച്ചതാണ്. അപ്പോൾ അവിടെ നമുക്കറിയാം 1336 വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. 14ാം നൂറ്റാണ്ട് എന്നോർത്തു വെച്ചാൽ മതി. 1336 ഹരിഹര ബുക്കാനന്മാരാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഹരിഹര ബുക്കാനന്മാരാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഏത് നദിയുടെ തീരത്താണ്? തുംഗഭദ്ര നദിയുടെ തീരത്താണ്. സാമ്രാജ്യത്തിൻ്റെ പേരും വിജയനഗരം എന്നായിരുന്നു, തലസ്ഥാനത്തിൻ്റെ പേരും വിജയനഗരം എന്നായിരുന്നു. അത് തുംഗഭദ്ര നദീതീരത്താണ്, ഇന്നത്തെ കർണാടകയിലാണ്. ഹംപി എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റാണ് ഇന്ത്യയിലെ തന്നെ. ഈ ഹംപിയിൽ നിന്നാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ
അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഹംപി ഇന്ന് യുനെസ്കോയുടെ ഒരു പൈതൃക കേന്ദ്രമാണ്. അപ്പോൾ ഹംപി ലോക പൈതൃക കേന്ദ്രമാണ്. അവിടെ ഒരു കേന്ദ്ര ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. അവിടെ എന്തുണ്ടായിരുന്നു? ഒരു കേന്ദ്ര ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. പ്രാദേശിക ഭരണ സംവിധാനവും എവിടെ ഉണ്ടായിരുന്നു? ഹംപിയിൽ, വിജയനഗര സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ വിജയനഗര സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ആ സ്ഥാപനം എന്ന് പറയുന്നത് ഹരിഹരബുക്ക സഹോദരന്മാരാണ്. മനസ്സിലായല്ലോ? ആരൊക്കെയാണ്? തുംഗഭദ്ര നദീതീരത്താണ്, ഹംപിയിലാണ്, കർണാടകയിലാണ്, യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമാണ്. കേന്ദ്രഭരണ സമ്പ്രദായം എന്നറിയപ്പെടുന്നത് നായങ്കര സമ്പ്രദായമാണ്. കേന്ദ്രഭരണ സമ്പ്രദായം എന്നറിയപ്പെട്ടിരുന്നത് കേന്ദ്രഭരണ സമ്പ്രദായം ഏതാണ്? നായങ്കര ഭരണ സമ്പ്രദായമാണ്. അവിടുത്തെ മന്ത്രിമാർ ദണ്ഡനായകന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മണ്ഡലങ്ങൾ പ്രവിശ്യകളായിരുന്നു. ഓർത്തിരിക്കുക, കേന്ദ്രഭരണ സംവിധാനം ഏതാണത്? നായങ്കര ഭരണ സമ്പ്രദായമാണ് കേന്ദ്രഭരണ സംവിധാനം എന്ന് പറയുന്നത്. ആ കേന്ദ്ര ഭരണ സംവിധാനത്തിൽ ദണ്ഡനായക എന്നാണ് മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത്. എന്താണ് അറിയപ്പെട്ടിരുന്നത്? ദണ്ഡനായക എന്നാണ് മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത്. മറന്നു പോകരുത്. മണ്ഡലങ്ങൾ പ്രവിശ്യകളായിരുന്നു. ഇപ്പം നമ്മുടെ സംസ്ഥാനങ്ങൾ പോലെ അവിടെ മണ്ഡലങ്ങൾ പ്രവിശ്യകളായിരുന്നു. അപ്പം കേന്ദ്രഭരണ സമ്പ്രദായം നമ്മൾ പഠിച്ചു. അതെന്താണ്? നായങ്കര. എന്നാൽ ഒരു പ്രാദേശിക ഭരണ സംവിധാനവും ഉണ്ടായിരുന്നു. ആ പ്രാദേശിക ഭരണ സംവിധാനത്തിന് പറഞ്ഞ പേരാണ് അയ്യഗാർ സമ്പ്രദായം എന്നായിരുന്നു പ്രാദേശിക ഭരണ സമ്പ്രദായത്തിന് പറഞ്ഞിരുന്ന പേര്. അതിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായിരുന്നു. എൻ്റെ അടിസ്ഥാന ഘടകം ഏതായിരുന്നു? ഗ്രാമങ്ങളായിരുന്നു. അയ്യഗാർമാർ ഗ്രാമഭരണാധികാരികളായിരുന്നു. അതായത് കേന്ദ്രഭരണ സംവിധാനത്തിൽ ഉണ്ടായിരുന്ന ആരെ പോലെ? അയ്യങ്കാർമാരെ പോലെ. കേന്ദ്രഭരണ സംവിധാനം എന്ന് പറയുന്നത് നായകരെ പോലെ, കേന്ദ്രഭരണ സംവിധാനത്തിലുണ്ടായിരുന്ന നായകരെ പോലെ അയ്യഗാർ ആയിരുന്നു പ്രാദേശിക ഭരണ സംവിധാനത്തിലുണ്ടായിരുന്നത്. ഇനി നായക് എന്ന് പറഞ്ഞാൽ സൈന്യാധിപന്മാർ അല്ലെങ്കിൽ പ്രവിശ്യ ഗവർണർമാരായിരുന്നു. അതായത് ഈ കേന്ദ്രഭരണ സംവിധാനത്തിൽ എന്തുണ്ടായിരുന്നു? പ്രവിശ്യകളുണ്ടായിരുന്നു. ആ പ്രവിശ്യകളുടെ ഗവർണർമാർ അറിയപ്പെട്ടിരുന്നത് നായകർ എന്നായിരുന്നു. എന്നാൽ പ്രാദേശിക ഭരണ സംവിധാനത്തിൽ ഇതിന് തുല്യമായ പോസ്റ്റ് വഹിച്ചിരുന്നത് അയ്യങ്കാർമാരാണ്. അയ്യങ്കാർ ഭരണ സംവിധാനം. ഈ സൈന്യാധിപന്മാർക്കുള്ള അവർക്ക്, ഈ നായകന്മാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അമരം എന്ന് പറഞ്ഞാൽ നായകന്മാർക്ക് നൽകിയ ഭൂമിയാണ്. ആ ഭൂമി കൊടുത്ത സംവിധാനത്തിനാണ് അമരം എന്ന് പറയുക. അവിടെ നിന്ന് അവർക്ക് നികുതി പിരിക്കാമായിരുന്നു. കരം പിരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു അമര ഭൂമിയിലെ. അപ്പോൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നായങ്കര സമ്പ്രദായം, ദണ്ഡനായക, മണ്ഡലങ്ങൾ, പ്രാദേശിക ഭരണം അയ്യഗാർ സമ്പ്രദായം, കേന്ദ്രഭരണ സമ്പ്രദായം എന്താണ്? നായങ്കാർ സമ്പ്രദായം. ഇത് രണ്ടും ഓർക്കണം. അയ്യങ്കാർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ വിജയനഗര ഭരണകാലത്ത്, വിജയനഗരത്തിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന സമ്പ്രദായമാണ് അല്ലേ? അവിടെ ഗ്രാമം അയ്യഗാർ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. ഗ്രാമമായിരുന്നു അടിസ്ഥാന ഘടകം. ഗ്രാമങ്ങളുടെ ഭരണത്തിനായി വിജയനഗര ഭരണകാലത്ത് നിലനിന്നിരുന്ന സമ്പ്രദായമാണ്. കേന്ദ്രഭരണത്തിലെ നായക പദവിക്ക് സമാനമായിരുന്നു ഏത്? ഗ്രാമഭരണത്തിൽ അയ്യഗാർമാർക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത്. സൈനിക ഭരണ സംവിധാനം അത് കേന്ദ്രഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഗ്രാമങ്ങളിൽ അയ്യഗാർമാരാണെങ്കിൽ അവിടെ കേന്ദ്രഭരണ സംവിധാനത്തിൽ പ്രവിശ്യ ഗവർണർമാരും സൈന്യാധിപന്മാരുമായിരുന്നു നായകർ. അത് രാജാവ് നൽകിയിരുന്ന പദവിയാണ്. അമരം എന്ന് പറയുന്നത് നായകന്മാരുടെ സേവനങ്ങൾക്ക് പകരം അവർക്ക് നൽകിയ ഭൂമിയാണ്. ആ ഭൂമിയിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നു. ഭരണവിഭജനം നോക്കുകയാണെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിനെ 3 തട്ടായിട്ട് വിഭജിച്ചിരുന്നു. പ്രവിശ്യകൾ, അത് ഏറ്റവും ഉയർന്ന തലത്തിൽ. അതിൻ്റെ ഭാഗത്തായിട്ട് നാടുകൾ, അത് കഴിഞ്ഞാൽ ഗ്രാമങ്ങൾ. ഇപ്പോൾ പ്രവിശ്യകൾക്ക് ചോട്ടിൽ നാടുകൾ, നാടുകൾക്ക് ശേഷം ഗ്രാമങ്ങൾ. കേരളം ഒരു കാലത്ത് തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന കാലത്ത് ഇതുപോലത്തെ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഭരണ സംവിധാനത്തിൽ നമുക്കറിയാം ഏറ്റവും താഴെത്തട്ടിൽ റവന്യൂവിലാണെങ്കിൽ വില്ലേജാണ്. ആ വില്ലേജിന് മുകളിൽ താലൂക്കുണ്ട്, താലൂക്കിന് മുകളിൽ ജില്ലയുണ്ട്, റവന്യൂ ജില്ലകളുണ്ട്, പിന്നെ ജില്ലയുണ്ട്, പിന്നെ സംസ്ഥാനമുണ്ട്. പ്രാദേശിക ഭരണ സംവിധാനത്തിൽ അടിത്തട്ടിൽ ഗ്രാമപഞ്ചായത്തുണ്ട്, മുകൾ തട്ടിൽ ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, അതിൻ്റെ മുകളിൽ ജില്ലാ പഞ്ചായത്തുണ്ട്. ഇനി ഒരു കേന്ദ്ര ഭരണ സംവിധാനമുണ്ട്, അത് ആ ഫെഡറൽ സംവിധാനത്തിൽ വിവിധ സംസ്ഥാനങ്ങളുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ഭരണ സംവിധാനങ്ങൾ നിലവിലുമുണ്ട്. അന്ന് ഇതുപോലെ വിജയനഗര സാമ്രാജ്യത്തിൽ പ്രവിശ്യകൾ, പ്രവിശ്യകൾക്ക് താഴെ നാടുകൾ, നാടുകൾക്ക് താഴെ ഗ്രാമങ്ങൾ.
കേരളം ഒരു കാലത്ത് തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. പെരുമാക്കന്മാരുടെ കാലത്ത് കുടികളാണ് ഉണ്ടായിരുന്നത്. കുടികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെത്തട്ടിൽ തൊഴിലെടുക്കുന്ന ആളുകളുടെ കൂട്ടമാണ് കുടികൾ. അങ്ങനത്തെ കുടികൾ ചേർന്ന് ഊരുകൾ രൂപപ്പെട്ടിരുന്നു. ആ ഊരിന് എന്തുണ്ടായിരിക്കും? നമ്മളെന്ന് പറയുന്നത് പോലെ ഒരു മൂപ്പൻ ഉണ്ടായിരിക്കും. ഊരുകൾ ഉണ്ടായിരുന്നു അന്ന്. കുറേ കുടികൾ ചേർന്ന് ഊരുകൾ ഉണ്ടാകുന്നു. ഇപ്പം ഞങ്ങളുടെ നാട് തവനൂരാണ്, തൊട്ടടുത്ത് അതളൂരുണ്ട്. നിങ്ങളുടെ നാട്ടിലും അങ്ങനത്തെ ഊരുകൾ ഉണ്ടായിരിക്കും. ആ ഊരുകൾക്കൊക്കെ അന്ന് ആ ജനവാസത്തിൻ്റെ കാരണമാണ് പേര് വരുന്നത്. അങ്ങനെ കുറച്ച് ഊരുകൾ ചേർന്നാൽ നാടുകളായി. ആ നാടിന് ഒരധികാരി, അതാണ് നാടുവാഴി. ആ നാട് കുറേ നാടുകൾ ചേർന്ന് സ്വരൂപങ്ങൾ, അങ്ങനെയുള്ള ഒരു സ്വരൂപമാണ് പെരുമ്പടപ്പ് സ്വരൂപം. അതാണ് പിന്നീട് കൊച്ചി രാജ്യമായിട്ട് മാറുന്നത്. സാമൂതിരിയും അതുപോലെ തന്നെ തിരുവിതാംകൂറും ഒക്കെ തന്നെ വേണാട് സ്വരൂപമാണ് തിരുവിതാംകൂർ. ഈ സ്വരൂപങ്ങൾക്ക് മുകളിലായിരുന്നു പെരുമാൾ. ഇത് പ്രാചീന തമിഴകമാകുമ്പോൾ നമ്മുടെ ഭരണ സംവിധാനം ഇങ്ങനെയായിരുന്നു. അതുപോലത്തെ ഒരു ഭരണ സംവിധാനം അവിടെ. അടുത്ത ചോദ്യം വരുന്നത് എവിടെ നിന്നാണ്? ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ആര്? ശിവജിയാണ്. മറാത്ത സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തെല്ലാമാണ് വന്നിട്ടുള്ളത്? മറാത്ത സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ഓർക്കുമ്പോൾ വളരെ പ്രധാനമായും നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? അത് ശിവജിയെക്കുറിച്ച് തന്നെയാണ്. അതിൻ്റെ സ്ഥാപകൻ ആരാണ്? ഛത്രപതി ശിവജിയാണ് മറാത്ത സ്ഥാപിച്ചത്. കാലഘട്ടം 1627 മുതൽ 1680 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. എന്ന് പറഞ്ഞാൽ 17-ാം നൂറ്റാണ്ട്. അപ്പോൾ 17ഉം 18ഉം നൂറ്റാണ്ടുകൾ മറാത്ത സാമ്രാജ്യത്തിൻ്റെ ശക്തിയുള്ള കാലമായിരുന്നു. മറാത്ത സാമ്രാജ്യത്തെ ഓർക്കുമ്പോൾ അഷ്ടപ്രധാൻ മന്ത്രിസഭയെ നമ്മൾ ഓർക്കണം. അഷ്ടപ്രധാൻ ആയിരുന്നു അവിടുത്തെ മന്ത്രിസഭ. അതേസമയം വിജയനഗര സാമ്രാജ്യത്തിൽ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദണ്ഡനായകന്മാർ എന്നാണ്. കോറിലേറ്റ് ചെയ്തും കണക്ട് ചെയ്തും പഠിക്കുക. സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തി ഡൽഹി വരെ ഉണ്ടായിരുന്നു. അതായത് വളരെ വിപുലമായിരുന്നു. ഡൽഹി വരെ ഉണ്ടായിരുന്നു, തഞ്ചാവൂർ വരെ ഉണ്ടായിരുന്നു, തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ വരെ ഒരു സമയത്ത് വ്യാപിച്ചിരുന്നു. അതിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. ഈ ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ മറാത്ത ശിവജിയും അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ്. 1775 മുതൽ 1819 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ യുദ്ധം നടക്കുന്നത്. 3 യുദ്ധങ്ങളാണ്. ആ 3 യുദ്ധങ്ങളോടുകൂടി ബ്രിട്ടീഷുകാർ മറാത്ത ശക്തിയെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നുണ്ട്. ഇപ്പം മറാത്ത ചരിത്രത്തിലേക്ക് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ചോദ്യങ്ങളുടെ മാത്രം സ്കോപ്പിൽ ഒന്ന് കടന്നു പോകാം. വളരെ പെട്ടെന്ന് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പഠിച്ചു പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 17ഉം 18ഉം നൂറ്റാണ്ടിലാണ് ഇത് നിലനിന്നിരുന്നത്. ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും, അതായത് വടക്ക് ഡൽഹി മുതൽ തെക്ക് തമിഴ്നാട് തഞ്ചാവൂർ വരെയും കിഴക്ക് ബംഗാൾ ഉൾക്കടൽ വരെയും ഏകദേശം ഇന്നത്തെ ഇന്ത്യയുടെ ബഹുഭൂരിഭാഗം ഭാഗങ്ങളിലേക്കും ഒരു കാലത്ത് ഈ മറാത്ത സാമ്രാജ്യം വളരെ ശക്തമായിട്ട് വ്യാപിച്ചിരുന്നു. ഭരണം അതിൽ അഷ്ടപ്രധാൻ മന്ത്രിസഭ എന്നുള്ളതാണ്. ആംഗ്ലോ മറാത്ത യുദ്ധങ്ങളാണ് കേരള PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം നമ്മൾക്ക് ഊന്നിയ ഒരു ചോദ്യ വിഭാഗം. അതിൽ ആംഗ്ലോ മറാത്ത യുദ്ധങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. 3 യുദ്ധങ്ങൾക്ക് ശേഷവും പ്രധാനമായും ബ്രിട്ടീഷുകാർ മറാത്ത ശക്തിയെ പൂർണ്ണമായി ഇല്ലാതാക്കി. ശിവജിയാണ് മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ. മറാത്ത വംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ്. അപ്പോൾ 3 യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ അത് ബ്രിട്ടീഷുകാരും മറാത്ത സാമ്രാജ്യവും തമ്മിലുള്ള യുദ്ധമാണ്. 3ാമത്തെ യുദ്ധത്തോടുകൂടി മറാത്ത സാമ്രാജ്യം അവസാനിക്കുകയാണ്. ബ്രിട്ടീഷുകാർ ഏകദേശം മുഴുവൻ ഭാഗങ്ങളിലേക്കും അവരുടെ ശക്തി പ്രചരിപ്പിക്കുകയാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുഗളന്മാരുടെ തലസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. 1571 മുതൽ 1585 വരെയുള്ള മുഗളന്മാരുടെ തലസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. ഈ കാലഘട്ടം അക്ബറിൻ്റേതാണെന്ന് ഓർത്തിരിക്കണം ആദ്യം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഫത്തേപൂർ സിക്രി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തുള്ളൂ. 1571 മുതൽ 1585 വരെ അവിടെയും ഡീപ്പായി ചോദ്യം പോയിട്ടുണ്ട്. മറ്റൊന്ന് അക്ബറുടെ കാലത്തെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അക്ബറുടെ കാലത്ത് മഹാഭാരത കഥ പൂർണ്ണമായി തയ്യാറാക്കിയ ചിത്രരൂപം അത് രാസ്നാമയാണ്. ദിൻ ഇലാഹി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായ സർവ്വമതങ്ങളെയും ആശ്ലേഷിച്ച ഒരു മതമാണ്, തത്വശാസ്ത്രമാണ്. അപ്പോൾ അക്ബറിൻ്റെ തലസ്ഥാനത്തെക്കുറിച്ചാണ് അവിടെ ചോദ്യം വന്നത്. ആരുടെ തലസ്ഥാനമാണത്? അക്ബറിൻ്റെ തലസ്ഥാനത്തെക്കുറിച്ചാണ് ആ ചോദ്യം വന്നത്. അവിടെ അക്ബറിൻ്റെ തലസ്ഥാനത്തെക്കുറിച്ച് ചോദ്യം വരുമ്പോൾ അക്ബറിൻ്റെ സംഭാവനകളിലെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ഫത്തേപൂർ സിക്രിയാണ് പുതിയ തലസ്ഥാനം. അത് 1571 മുതൽ 1585 വരെയാണ്.
ആഗ്രയിലായിരുന്നു ഈ ഫത്തേപൂർ സിക്രി. ആഗ്ര എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലാണ് ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഈ ഫത്തേപൂർ സിക്രി അദ്ദേഹം ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുവായ സലീം ചിസ്തി, ആ സലീം ചിസ്തിയുടെ ശവകുടീരത്തിന് ചുറ്റുമാണ്. ചെങ്കലിലെ ഇതിഹാസം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഈ ഫത്തേപൂർ സിക്രി. മനോഹരമായ ഒരു നിർമ്മിതിയാണ്. ഫത്തേപൂർ സിക്രിയുമായി ഈ സലീം ചിസ്തിയുമായി ബന്ധപ്പെട്ട ചെറിയ കഥ, ഒരു തമാശ ഇടയ്ക്ക് വേണ്ടേ. അക്ബറിന് കുട്ടികളുണ്ടായിരുന്നില്ല. ആ സമയത്താണ് അദ്ദേഹം സലീം ചിസ്തിയുടെ അടുത്ത് പോകുന്നത്. ഒരു സൂഫി വര്യനാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് കുട്ടികൾ ഉണ്ടാകുമോ എന്ന്. 3 കുട്ടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. വളരെ ഇഷ്ടമായിരുന്നു. പിന്നീട് അക്ബറിന് കുട്ടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സലീം ചിസ്തിയുടെ എന്തിനു ചുറ്റുമായിട്ടാണ്, ഡോംബിന് ചുറ്റുമായിട്ടാണ് ഫത്തേപൂർ സിക്രി നിർമ്മിച്ചിട്ടുള്ളത്. അക്ബർ ഒരു മഹാനായ മുഗൾ ചക്രവർത്തിമാരിൽ വെച്ച് മഹാനായ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. ആധുനിക മുഗൾ സാമ്രാജ്യത്തിലെ ശക്തമായ മുഗൾ സാമ്രാജ്യം കെട്ടിപ്പടുത്തതും അക്ബറാണ്. ബാബറാണ് തുടങ്ങി വെച്ചതെങ്കിലും അതിലെ ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും മഹാനായ ഭരണാധികാരി അക്ബറാണ്. അദ്ദേഹം വലിയ സെക്യുലറിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് മഹാഭാരത കഥ ചിത്രരൂപത്തിൽ വരുന്നത്. അങ്ങനെ ആ മഹാഭാരത കഥ ചിത്രരൂപത്തിൽ വരച്ച ചിത്രകാരൻ്റെ പേരും PSC പരീക്ഷയ്ക്ക് വരാറുണ്ട്, ദസ്വന്ത്. അപ്പോൾ രാസ്നാമയും ദസ്വന്തും ഓർക്കുക. ചിത്രകലയെ ഓർക്കുമ്പോൾ കാർഖാനയെ മറക്കരുത്. അക്ബറിൻ്റെ കാലത്ത് കാർഖാന എന്ന് പറയുന്നത് ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ച രാജകീയ സ്ഥാപനമായിരുന്നു. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പോയി നോക്കാം അക്ബറിൻ്റെ കാര്യത്തിലേക്ക്. അപ്പോൾ വളരെ പെട്ടെന്ന് കഴിയും. ഇനി 2-3 കാര്യങ്ങൾ കൂടിയേ ഉള്ളൂ. അക്ബറിൻ്റെ തലസ്ഥാനം നമ്മൾ പറഞ്ഞു. അക്ബറിൻ്റെ തലസ്ഥാനം ഫത്തേപൂർ സിക്രിയാണ്. 1571 മുതൽ 1585 വരെയാണ് ഫത്തേപൂർ സിക്രി തലസ്ഥാനമായിരുന്നത്. 1585 അക്ബർ പിന്നീട് ലാഹോറിലേക്ക് തലസ്ഥാനം മാറ്റുന്നുണ്ട്. നല്ല വെള്ളം ഫത്തേപൂർ സിക്രിയിൽ കിട്ടുന്നില്ല എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്ന കാര്യം. പിന്നീട് ലാഹോറിൽ നിന്ന് തിരിച്ച് ആഗ്രയിലേക്ക് തന്നെ ആഗ്രയിലേക്ക് തന്നെ തലസ്ഥാനം മാറ്റുന്നുണ്ട്. അപ്പോൾ 1571 മുതൽ 1585 വരെ അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ് ഫത്തേപൂർ സിക്രി തലസ്ഥാനമായിരുന്നത്. മാത്രമല്ല ആഗ്ര എന്ന് പറയുന്നത് സലീം ചിസ്തിയെ ഓർക്കണം. അവിടെ നിങ്ങൾ അക്ബറിൻ്റെ ആത്മീയ ആചാര്യനായ സലീം ചിസ്തിയുടെ ശവകുടീരത്തിന് ചുറ്റുമായാണ്, അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റു മതങ്ങളോട് വളരെ സഹിഷ്ണുതാപരമായ സമീപനമാണ് നിർവഹിച്ചിരുന്നത്, അക്ബർ നിർവഹിച്ചിരുന്നത്. അതിനുള്ള ഒരു പ്രധാന കാരണമാണ് രാസ്നാമ. അക്ബറുടെ കാലത്ത് മഹാഭാരത കഥ പൂർണ്ണമായും തയ്യാറാക്കിയ ചിത്രരൂപമാണത്. അത് വരച്ച ചിത്രകാരൻ ദസ്വന്ത് ആണ്. കാർഖാന എന്ന് പറയുന്നത് അക്ബറിൻ്റെ ഭരണകാലത്ത് ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്ന രാജകീയ സ്ഥാപനമാണ്. അതുപോലെ ഈ അടുത്ത കാലത്ത് ചോദിച്ചിട്ടില്ലെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അക്ബറുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ദിൻ ഇലാഹി. ദിൻ ഇലാഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ഥാപിച്ച ഒരു സംവിധാനമാണ്. അതായത് തൗഹീദ് ഇലാഹി എന്ന് പറയും. തൗഹീദ് ഇലാഹി എന്ന് പറയുന്നത്, തൗഹീദ് ഇലാഹി എന്താണ് അതിന് പറയുക? തൗഹീദ് ഇലാഹി എന്ന് പറഞ്ഞാൽ വിവിധ മതങ്ങളുടെ നല്ല വശങ്ങൾ ചേർത്ത് ഏകദൈവ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചു. വിവിധ മതങ്ങളുടെ എല്ലാ നല്ല വശങ്ങളും ചേർത്ത് ഏകദൈവ സിദ്ധാന്തം അദ്ദേഹം എന്ന പുതിയ മതം, ഇത് പിൽക്കാലത്ത് ദിൻ ഇലാഹി എന്നറിയപ്പെട്ടു. ഈ താഹീദ് ഇലാഹിയാണ് ദിൻ ഇലാഹി എന്ന് അറിയപ്പെട്ടത്. അക്ബറുമായി നിങ്ങൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി നമുക്ക് യൂറോപ്യന്മാരുടെ ആഗമനത്തിലേക്ക് വരാം. യൂറോപ്യന്മാരുടെ ആഗമനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് യൂറോപ്യൻ ശക്തികളുടെ വിവരങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. ആ യൂറോപ്യന്മാരുടെ ആഗമനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. എന്താണ് യൂറോപ്യന്മാരുടെ ആഗമനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? യൂറോപ്യന്മാരുടെ വരുമ്പോൾ ആദ്യ വിദേശികൾ എന്ന് പറയുന്നത് അറബികളാണ്. ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ വിദേശികൾ എന്ന് പറയുന്നത് അറബികളാണ്. ശ്രദ്ധിക്കണം, ആദ്യ യൂറോപ്യൻ ശക്തികൾ ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. പോഡാ ബീഫെ ഓർക്കുക. ആദ്യ വിദേശി കച്ചവടത്തിന് വന്നത് അറബികളാണ്. ആദ്യ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. ആദ്യം വന്ന യൂറോപ്യന്മാർ എന്ന് പറയുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ് ആദ്യം വന്ന യൂറോപ്യന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ പോഡാ ബീഫെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അവസാന യൂറോപ്യന്മാർ എന്ന് പറയുന്നത് അതും ഫ്രഞ്ചുകാരാണ്. പോഡാ ബീഫയിൽ ഫ എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരാണ്. ആദ്യം വിടവാങ്ങിയതാരാണ്?
ആദ്യം വിടവാങ്ങിയത് ഡച്ചുകാരാണ്. ആദ്യത്തെ വിടവാങ്ങൽ ഡച്ചുകാരാണ്. 1824 ബ്രിട്ടീഷുകാരുമായി ഒരു സന്ധി ഉണ്ടാക്കിക്കൊണ്ട് ഡച്ചുകാർ ഇന്ത്യയിൽ നിന്ന് പോയി. അതിനു മുമ്പ് തന്നെ കേരളത്തിൽ അവരുടെ പത്തിക്ക് അടിച്ചു കൊടുത്ത ആളാണ് മാർത്താണ്ഡവർമ്മ. 1741 കൊളച്ചൽ യുദ്ധം. ബ്രിട്ടീഷുകാരുടെ സഹായമുണ്ടായിരുന്നു മാർത്താണ്ഡവർമ്മയ്ക്ക്. പക്ഷേ ആ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരുമായി ഏറ്റുമുട്ടുന്നു. ഡച്ചുകാർ പരാജയപ്പെടുന്നു. ഡച്ച് ക്യാപ്റ്റൻ ഡിലനോയി പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിൽ ചേരുന്നു. പിന്നീട് അദ്ദേഹം വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നു. കേരള ചരിത്രത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഓർത്തു വയ്ക്കുക അവിടെയൊപ്പം. ആ ഡച്ചുകാർ പിന്നീട് അവിടെ ഡച്ചുകാരുടെ പതനം തുടങ്ങുകയാണ്. 1824 ബ്രിട്ടീഷുകാരുമായിട്ട് അവർ എന്തുണ്ടാകുന്നു, കരാറുണ്ടാകുന്നു. ആ സന്ധിയോടുകൂടി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം നൽകിക്കൊണ്ട് പിന്നീട് ഡച്ചുകാർക്ക് വലിയ പ്രാധാന്യമില്ലാതായി. അതുകൊണ്ട് ആദ്യം വന്ന യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. പിന്നീട് വന്ന ഡച്ചുകാർ ആദ്യം വിടവാങ്ങിയ യൂറോപ്യൻ ശക്തി കൂടിയാണ്. ഏറ്റവും അവസാനം പോകുന്നത് നമുക്കത് പിന്നീട് പഠിക്കാം, പോർച്ചുഗലാണ് ഇന്ത്യയിൽ നിന്ന്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും ആര് ഇവിടെ ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്? ഇവിടെ ബാലൻസ് ആയിട്ട് ഫ്രഞ്ചുകാരും അതുപോലെ തന്നെ ആരും ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്, പോർച്ചുഗീസുകാരും കിടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കാലം അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഒരു അധിനിവേശ ശക്തി എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അധിനിവേശത്തിനും കച്ചവടത്തിനുമായി വന്ന ശക്തി എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. 1498 അവർ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്തെത്തുന്നുണ്ട്. 1498 മുതൽ 1961 വരെയുള്ള ദീർഘമായ 461 വർഷം പോർച്ചുഗീസുകാർ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗവുമായിട്ടാണ് നമുക്കിനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ആ ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗത്തേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ അവിടുത്തെ ചോദ്യം, അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. എന്നാൽ ആദ്യം ഇന്ത്യയിലേക്ക് വന്ന വിദേശീയർ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അറബികളാണ്. ആദ്യം കച്ചവടത്തിന് വന്നത് അറബികളാണ്. പക്ഷെ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാ, യൂറോപ്യൻ ശക്തി എന്നുള്ള നിലയിൽ. അത് ഓർത്തിരിക്കണം. യൂറോപ്യൻ ശക്തി എന്നുള്ള നിലയിൽ പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ആരാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി. ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാലും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ആരാണെന്ന് ചോദിച്ചാലും പോർച്ചുഗീസുകാരാണ്. ഇങ്ങനെ 3 തരത്തിൽ PSC പരീക്ഷയിൽ ഇത് ആവർത്തിച്ചു. ഈ ചോദ്യം ഏറ്റവും കൂടുതൽ ബൗൺസ് ചെയ്ത ചോദ്യം ഈ ഭാഗത്ത് ഈ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ആദ്യ വിദേശികൾ അറബികളാണ്, ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് പോയ ഏറ്റവും അവസാനം വന്ന യൂറോപ്യന്മാർ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാരാണ്. ഏറ്റവും അവസാനം വന്ന യൂറോപ്യന്മാർ ഫ്രഞ്ചുകാരാണ്. കൺഫ്യൂഷൻ വേണ്ട, പോടാ ബീഫെ ഓർത്തു വെച്ചാൽ മതി. വന്നതിൽ ഏറ്റവും അവസാനം ഫ്രഞ്ചുകാർ, പോയതിൽ ഏറ്റവും ആദ്യം ഡച്ചുകാർ, പോയതിൽ ഏറ്റവും അവസാനം ആദ്യം വന്ന പോർച്ചുഗീസുകാർ തന്നെ. ഓക്കെ, ആദ്യ വിടവാങ്ങൽ ഡച്ചുകാരുടേതായിരുന്നു 1824 സന്ധി. അവസാന വിടവാങ്ങൽ പോർച്ചുഗീസുകാരുടേതായിരുന്നു. ഓർത്തുവെക്കാൻ എളുപ്പമുണ്ട്. പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും പോയ കാലഘട്ടം ഓർത്തുവെക്കാൻ വളരെ എളുപ്പമാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിനോട് 7 വർഷം കൂട്ടിയാൽ 1954. അന്നാണ് ഫ്രഞ്ചുകാർ മാഹിയിൽ നിന്നും അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിൽ നിന്നുമൊക്കെ പോകുന്നത്. മാഹിയും പോണ്ടിച്ചേരിയുമൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ഫ്രഞ്ചുകാരുടെ കോളനി ആയിരുന്നു. പിന്നീട് നമുക്ക് സൈനിക നടപടി വേണ്ടി വന്നു. ആരെ ഒഴിവാക്കാൻ? നമ്മുടെ പോർച്ചുഗീസുകാരെ ഒഴിവാക്കാൻ. 1961 54നോട് 7 കൂട്ടിയത്. അപ്പോൾ ഇതൊരു അരിതമറ്റിക് സീക്വൻസ് ആണ്. 47, 54, 61. ഇങ്ങനെ 1961 പോർച്ചുഗീസുകാർ പോകുന്നു. പോർച്ചുഗീസുകാരെ ഗോവയിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ വിജയ്. ആ ഓപ്പറേഷൻ്റെ പേരാണെന്ത്? ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയിനെ പോലെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്, ഹൈദരാബാദ് നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ ശ്രമമാണ് ഓപ്പറേഷൻ പോളോ. അത് സ്വാതന്ത്ര്യത്തിന് അനന്തരം വളരെ പെട്ടെന്ന് നടന്ന കാര്യമാണ്. അത് നടത്തിയ ആളുകൾ നമുക്കറിയാം. ഒന്ന് മലയാളിയാണ്, VP മേനോൻ, വാപ്പാല പങ്കുണ്ണി മേനോൻ. ആരായിരുന്നു വാപ്പാല പങ്കുണ്ണി മേനോൻ? അദ്ദേഹം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സെക്രട്ടറി ആയിരുന്നു.
ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ? ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ചുമതലയുമുള്ള ആളായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലും പാപ്പാല പങ്കുണ്ണി മേനോന്റെയും തന്ത്രപരമായ സമീപനം കൊണ്ടാണ് അന്ന് വിഘടിച്ചു നിന്ന പല നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സാധിച്ചത്. എന്നിട്ടും ചേരാതെ നിന്ന ഹൈദരാബാദിലാണ് സൈനിക നടപടി വന്നത്. ആ ഹൈദരാബാദ് നിസാമിനെതിരെയാണ് തെലുങ്കാന സമരം ഉണ്ടാകുന്നത്. വലിയ കർഷക സമരമാണ്. PSC പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് തെലുങ്കാന സമരം. ആ തെലുങ്കാന സമരം എന്ന് പറയുന്നത് കർഷകരുടെ സമരമാണ്. ഹൈദരാബാദ് നിസാം സ്വതന്ത്ര രാജ്യം പ്രഖ്യാപിക്കുന്നതിനെതിരെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണമെന്നുള്ള ആവശ്യത്തോടു കൂടി നടക്കുന്ന കർഷക സമരമാണ് തെലുങ്കാന സമരം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക് നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. അതെല്ലാവർക്കും അറിയാം. അതാരാണ്? വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമയും അദ്ദേഹത്തോടൊപ്പം കൂടെ വന്ന ആളുകളെയും കാർട്ടസ് വ്യവസ്ഥയെയും കുറിച്ചൊക്കെ തന്നെ കേരള ചരിത്രത്തിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കാർട്ടസ് വ്യവസ്ഥ ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ 2020 മുതൽ 2024 വരെയുള്ള കാലത്ത് 10th ലെവൽ എക്സാമുകളിൽ തന്നെ വന്നിട്ടുണ്ട്. പഠിച്ചിരിക്കണം. ഓക്കെ, മറ്റൊരു ചോദ്യം നമുക്ക് വരാനുള്ളത് ഇത്തരം ഭാഗങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യം നടത്തിയ മുന്നേറ്റം ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഓപ്പറേഷൻ വിജയ് ആണത്. ഓപ്പറേഷൻ വിജയ് ആണ്. അപ്പോൾ നമുക്കറിയാം കടൽ മാർഗത്തിൽ ആദ്യം വന്നത് വാസ്കോഡ ഗാമയാണ്, പോർച്ചുഗീസുകാരൻ. എന്നാൽ കരമാർഗത്തിൽ ആദ്യം വന്ന യൂറോപ്യൻ പെറോഡ കോവിൽഹയാണ്. അപ്പം കരമാർഗത്തിൽ ആദ്യം എത്തിയിട്ടുണ്ട് ഇവിടെ വേറൊരാൾ. പിന്നെ എന്തിനാ ഇവർ കടൽ മാർഗം വന്നത്? അതിനൊരു ചരിത്രമുണ്ട്. നമുക്കറിയാം ഇവർ വന്നിരുന്ന ഒരു റൂട്ട് ഉണ്ടായിരുന്നു. കരമാർഗം തന്നെ ചെറിയ കപ്പലുകളിൽ ചെറിയ ഭാഗങ്ങളിൽ കടലൊക്കെ ഒന്ന് കടന്നു വന്നാൽ മതിയായിരുന്നു അവർക്ക്. അങ്ങനെ കടന്നു വരുമ്പോൾ അവർക്ക് കവർ ചെയ്യേണ്ട ഒരു സ്ഥലമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കൈയടക്കി. തുർക്കികൾ കൈയടക്കിയോടുകൂടിയിട്ട് അവരവിടെ വലിയ നികുതി ചുമത്താൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാരം അവർക്ക് നഷ്ടമായി. അങ്ങനെയാണ് മറ്റൊരു പാത അവർ അന്വേഷിക്കുന്നത്. അങ്ങനെ പാത അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി ചുറ്റി കേരളത്തിൻ്റെ തീരത്തെത്താൻ പറ്റിയത്. അതിനവരെ സഹായിച്ച വാണിജ്യവാദമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണുകൾ. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അവരെ സഹായിച്ചിട്ടുണ്ട്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നതാണ്? ഉത്തരാർദ്ധഗോളത്തിൽ നിന്ന് ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് ഉത്തരാർദ്ധഗോളത്തിലേക്ക് എത്തുമ്പോൾ ദിശ മാറിപ്പോകുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് അല്ലേ? അതിൻ്റെ ദിശ മാറും. അതിന് നമുക്കറിയാം ഒരു പ്രഭാവമൊക്കെ ഉണ്ട്. ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം. ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓർക്കുക, ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം. ഇതൊക്കെ നമ്മുടെ SCERT ബുക്കിൽ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്നതാണ്. കണക്ട് ചെയ്ത് പറയണം. വാസ്കോഡ ഗാമയുടെ ചരിത്രം വരുമ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, ആ കാറ്റ് അവരെ സഹായിച്ചിട്ടുണ്ട്. ആ പാഠം തന്നെ പഴയ ക്ലാസ്സുകളിൽ തുടങ്ങുന്നത് അവിടെ വെച്ചുകൊണ്ടാണ്. സ്ത്രീധന സമ്മാനമായി കൊടുക്കുന്നുണ്ട് ബോംബെ. ആർക്ക്? ചാൾസ് രണ്ടാമൻ സ്ത്രീധന സമ്മാനമായി കൊടുക്കുന്നുണ്ട് ബോംബെ. ആർക്ക്? ഇംഗ്ലീഷുകാർക്ക് ബോംബെ കിട്ടുന്നത് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നാണ്. സ്ത്രീധന സമ്മാനമായിട്ടാണ് കിട്ടുന്നത്. ഓപ്പറേഷൻ വിജയാണ് 1961 വീണ്ടെടുക്കുന്നത്. 463 ആകെ കാലാവധി. അപ്പോൾ ക്ലിയർ ആയല്ലോ അവിടെ വന്നത്. ഇപ്പോൾ പോർച്ചുഗീസുകാർ എന്ന് പറയാൽ നമുക്ക് പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? പോർച്ചുഗീസുകാരെ കുറിച്ച് നിങ്ങൾ വീണ്ടും നമുക്കൊന്ന് വളരെ ഷോർട്ടായിട്ടൊന്ന് ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ ഓർത്തു വെച്ചോളൂ. കടൽ മാർഗത്തിൽ ആദ്യം വന്നത് വാസ്കോഡ ഗാമയാണ്. കരമാർഗ പൈനിയർ പെറോഡ കോവിൽഹയാണ്. പോർച്ചുഗീസുകാരുടെ പ്രധാന കേന്ദ്രമായിരുന്നു ഗോവ. പോർച്ചുഗീസുകാരുടെ പ്രധാന കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോവയായിരുന്നു. ആ ഗോവയിൽ നിന്നാണ് 1961 ഓപ്പറേഷൻ വിജയിലൂടെ നമ്മൾ അവരെ പുറത്താക്കുന്നത്. ഇത് മാത്രം പഠിച്ചാൽ പോരാ. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം നമുക്കറിയേണ്ടത് ദാമൻ ദിയു. ഇത് ഗോവ കൂടാതെ ദാമൻ ദിയു കൂടി പോർച്ചുഗീസ് കോളനികളായിരുന്നു. ദാമൻ ദിയുവിൽ നിന്നും പോർച്ചുഗീസുകാർ പോകുന്നത് 1961 പിന്നീട് അത് വീണ്ടെടുത്ത ഒന്നാണ് ഓപ്പറേഷൻ വിജയ്, ഇന്ത്യയിലേക്ക് തന്നെ ചേർക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡച്ചുകാരെ കുറിച്ചാണ്. ഡച്ചുകാർ ഇന്ത്യയിൽ എത്തുന്നത് ഇന്തോനേഷ്യയിൽ എത്തുന്നതാണ് 1595. ഇന്ത്യയിലെത്തുന്നത് 1605 നോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ തരുത്തണേ. ചിലപ്പോൾ ഇതുപോലെ ഞാൻ ഇട്ടുണ്ടായിരിക്കും. ഞാനത് ചെറിയ നോട്ടാക്കി ഇപ്പോൾ മാറ്റിപ്പോയതാണ്. കാരണം ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോളനി ഏതാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇന്തോനേഷ്യ.
അവിടെ അവരെത്തിയതാണ് 1595. അത് മാത്രമേ നമ്മൾ പഠിക്കേണ്ടുള്ളൂ. മനസ്സിലായില്ലേ? പ്രധാന കോളനി ഇന്തോനേഷ്യ ആയിരുന്നു. ഇന്ത്യയിലെ കേന്ദ്രം ചിൻസുറയാണ്. ഇന്ത്യയിൽ നമുക്കറിയാം മസൂലി പട്ടണത്തിലാണ് ആദ്യമായി ഡച്ചുകാർ എന്ത് ചെയ്യുന്നത്, ഒരു കോട്ട സ്ഥാപിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യം കോട്ട സ്ഥാപിക്കുന്നത് എവിടെയാണ്? സൂറത്തിലാണ്. ഏത് രാജാവിൻ്റെ ആണ് അവർക്ക് അനുവാദം കൊടുത്തത്? ജഹാംഗീർ രാജാവാണ്. പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടേ. ജഹാംഗീർ രാജാവാണ് എന്ത് കൊടുക്കാൻ? സൂറത്തിൽ ബ്രിട്ടീഷുകാർ ആദ്യം കോട്ട കെട്ടുന്നത്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ കോട്ട വരുന്നത് മസൂലി പട്ടണത്തിൽ തന്നെയാണ്, കോറമാണ്ടൽ തീരത്ത്. മസൂലി പട്ടണം ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ കോറമാണ്ടൽ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ആദ്യ കേന്ദ്രം, അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യ കേന്ദ്രമൊക്കെ തന്നെ മസൂലി പട്ടണമാണ്. അത് കഴിഞ്ഞിട്ടാണ് മദ്രാസിൽ അവർ എന്ത് ചെയ്യുന്നത്, അവർക്ക് ഫാക്ടറി സ്ഥാപിക്കുന്നത്. കോട്ടയല്ല, ഫാക്ടറികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സൂറത്തിലും ആദ്യത്തെ ഫാക്ടറിയാണ് കേട്ടോ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത്. നമ്മുടെ വിഴിഞ്ഞത്ത്, കേരളത്തിലെ ആദ്യത്തെ ഫാക്ടറി എന്ന് പറയുന്നത് വിഴിഞ്ഞത്താണ്. അത് 4ാമത്തേതാണ്. കേരളത്തിലെ ആദ്യത്തേതാണ്, പക്ഷേ 4ാമത്തേതാണ്. പാണ്ഡികശാല എന്നും പറയും നമ്മളിവിടെ. ഇങ്ങനെ ഡച്ചുകാർ അവിടെ എത്തി. അപ്പോൾ ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോളനി, ആ ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്, ഇന്തോനേഷ്യയാണ്. അത് 1595 ഇന്ത്യയിലെത്തിയതല്ല. ഇന്ത്യയിൽ 1595 എത്തിയിട്ടില്ല ഡച്ചുകാർ. അവരുടെ പ്രധാന സന്ധി 1824 ആംഗ്ലോ ഡച്ച് സന്ധിയാണ്. ഈ ആംഗ്ലോ ഡച്ച് സന്ധിയോടുകൂടി അത് ബ്രിട്ടീഷുകാർ, ആംഗ്ലോ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ, ആംഗ്ലോ ഡച്ച് സന്ധിയോടുകൂടി ഇവിടെ നിന്ന് പോയി? ഏകദേശം കൊച്ചിയും ഒക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു ഡച്ചുകാരുടെ. അതൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കൊടുത്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഡച്ചുകാരുടെ കാര്യത്തിലേക്ക് ഒന്നുകൂടി വിശദമായി കടന്നു വരാം. ഡച്ചുകാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അത് ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം ഇതിലേതാണ്? അത് ഇന്തോനേഷ്യയാണ്. അവർ ഇന്തോനേഷ്യയിൽ എത്തുന്നത് 1595. നോട്ടൊന്ന് തിരുത്തണേ, ഞാൻ സാവധാനം തിരുത്തി തരാം. ഞാൻ നോട്ട് ഷെയർ ചെയ്യുമ്പോൾ അതായിരിക്കും. ഏത് ആഗമനം 1595 ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ടാവും. എനിക്കൊരു സംശയമുണ്ട്. ഇന്ത്യയിലെത്തിയത് 1595 ഇന്ത്യയിലെത്തിയത് 10 വർഷത്തിന് ശേഷം 1605 എന്നാണ് ഞാൻ ധരിക്കുന്നത്. പക്ഷെ ഒന്നും കൂടി ഉറപ്പിക്കണം. 1605 മസൂലി പട്ടണത്തിൽ തന്നെയാണ് ഡച്ചുകാരെത്തുന്നത്. ആന്ധ്രാപ്രദേശിലാണ് മസൂലി പട്ടണം. അപ്പോൾ ഡച്ചുകാർ ആദ്യം ഒരു സ്ഥാനം ഉറപ്പിക്കുന്നത് മസൂലി പട്ടണത്തിലാണ്. അതേസമയം ബ്രിട്ടീഷുകാർ ആദ്യം ഫാക്ടറി സ്ഥാപിക്കുന്നത് സൂറത്തിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൂറത്ത്. ആ സൂറത്തിൽ അവർക്ക് ആ സഹായം കൊടുത്തത് ജഹാംഗീർ രാജാവാണ്. നന്നായിട്ട് ഓർത്തു വെക്കണത്. സൂറത്ത് ജഹാംഗീറാണ്. അതേസമയം ദക്ഷിണേന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ആദ്യ ഫാക്ടറി വരുന്നത് എവിടെയാണ്? മസൂലി പട്ടണത്തിലാണ്. പക്ഷേ ഡച്ചുകാരുടെ ആദ്യത്തേത്, അഥവാ കോറമാണ്ടൽ തീരത്ത്, അല്ലേ? കോറമാണ്ടൽ തീരത്താണ് ആന്ധ്രാപ്രദേശ് കോറമാണ്ടൽ തീരത്ത് അവരുടെ ആദ്യത്തെ ഫാക്ടറി വരുന്നതും എവിടെ തന്നെയാണ്? ഈ മസൂലി പട്ടണത്തിലാണ്. ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രം ചിൻസുറയായിരുന്നു. അവരുടെ ആസ്ഥാനമായിരുന്നു എന്തെന്ന് പറയുന്നത്? ചിൻസുറ എന്ന് പറയുന്നത്. ആദ്യം മസൂലി പട്ടണത്തിലെത്തി അവർ. പക്ഷെ അവരുടെ ആസ്ഥാനം പിന്നീട് എന്തായി മാറുകയാണ്? ചിൻസുറയിലേക്ക് മാറുകയാണ്. ആദ്യം പുലിക്കോട്ടിലായിരുന്നു, പിന്നീടാണ് ചിൻസുറയിലേക്ക് വരുന്നത്. ചിൻസുറ എന്ന് പറയുന്നത് ബംഗാളിലെ കൽക്കത്തയ്ക്കടുത്തുള്ള ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ഡച്ചുകാർ ബ്രിട്ടീഷുകാരുമായി ഉണ്ടാക്കിയ പ്രധാന സന്ധിയാണ് 1824 ആംഗ്ലോ ഡച്ച് സന്ധി. അതോടുകൂടി അവരുടെ കയ്യിലുള്ള സ്ഥലമൊക്കെ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തുകൊണ്ട് അവർ ഇന്ത്യയിൽ നിന്ന് ഏകദേശം നാമാവശേഷമാവുകയാണ്. ഇതാണ് ഡച്ചുകാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം. അടുത്ത ചോദ്യം, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി എന്നാണ്. അത് ലൂയി 14 ലൂയി 14 ഫ്രഞ്ചുകാർ വരുമ്പോൾ. എന്നാൽ ആരാണ് വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്? അത് മാനുവൽ രാജാവാണ്. വാസ്കോഡഗാമയുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം വന്നാൽ അത് മാനുവൽ രാജാവാണ് അദ്ദേഹത്തെ അയക്കുന്നത്. എന്നാൽ ഇവിടെ ലൂയി 14 എന്നാൽ ഫ്രഞ്ചുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു ചോദ്യം വന്നു. യൂറോപ്പിൽ ഉണ്ടായ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിൻ്റെ തുടർച്ചയായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമേത്? ഒന്ന് ഡീപ്പായി പോയി. അത് ഒന്നാം കർണാട്ടിക് യുദ്ധമാണ്. കർണാട്ടിക് യുദ്ധം കേൾക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കർണാട്ടിക് യുദ്ധം ഓർക്കുമ്പോൾ, കർണാട്ടിക് യുദ്ധം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുണ്ടായ യുദ്ധമാണ്. രണ്ടു കൂട്ടരും ഇന്ത്യയിൽ കോളനി കൂടുതൽ നേടുന്നതിന് വേണ്ടി മത്സരം വരുന്നു.
ആ മത്സരത്തിൻ്റെ സംഘർഷത്തിൻ്റെ ഒപ്പം ആ യൂറോപ്പിലും സംഘർഷം ഉണ്ടാകുന്നു. ആ യൂറോപ്പിലും ഉണ്ടായ സംഘർഷം ഇവിടെയും പ്രതിഫലിക്കുന്നു. അപ്പം ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ നടത്തിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. പക്ഷെ അതിന് മറ്റു പല ഘടകങ്ങളും സഹായിച്ചിട്ടുണ്ട്. 1746 മുതൽ 1748 വരെയാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. ആ ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 1748 വരെ നടക്കുമ്പോൾ, ഒന്നാം കർണാട്ടിക് യുദ്ധം നടക്കുമ്പോൾ ആ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ യുദ്ധം ഉണ്ടാകുന്നത്. യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിൻ്റെ ഭാഗമായാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം ഉണ്ടാകുന്നത്. യൂറോപ്പിലെ സംഘർഷം ഇന്ത്യയിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. എന്നാൽ അത് അവസാനിച്ച സന്ധി 1748 എക്സ് ലാ ഷാപ്പേൽ ആണെന്ന് ഓർത്തിരിക്കുക. അതേതാണ് ആ സന്ധി? എക്സ് ലാ ഷാപ്പേൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സന്ധിയും ചോദിക്കും. രണ്ടാം കർണാട്ടിക് യുദ്ധം എന്ന് പറഞ്ഞാൽ 1748 മുതൽ 1754 വരെയാണ്. 18-ാം നൂറ്റാണ്ടിൽ തന്നെ ഹൈദരാബാദിലും കർണാട്ടിക്കിലും ഉണ്ടായ പിന്തുടർച്ചാവകാശമാണ്. അത് ഇന്ത്യയിൽ തന്നെ ഹൈദരാബാദ്, കർണാട്ടിക് എന്ന് പറഞ്ഞാൽ കർണാടക, ആന്ധ്രാപ്രദേശങ്ങൾ, അവിടെ ഉണ്ടായിട്ടുള്ള ആരാണ് അതിന് അവകാശം, അവിടെ കച്ചവടം ചെയ്യാൻ അവകാശം എന്നുള്ള തർക്കമാണ്. ആ തർക്കം പ്രാദേശിക രാജവംശങ്ങളിലെ പിന്തുടർച്ചാവകാശ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അത് അവസാനിച്ച സന്ധിയാണ് പോണ്ടിച്ചേരി സന്ധി. പോണ്ടിച്ചേരി നമുക്കറിയാം ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമായിരുന്നു. മൂന്നാം കർണാട്ടിക് യുദ്ധം യൂറോപ്പിലെ സപ്തവത്സര യുദ്ധവുമായി ബന്ധപ്പെട്ടതാണത്. യൂറോപ്പിലൊരു സപ്തവത്സര യുദ്ധം നടന്നു. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധം ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശം, രണ്ടാം കർണാട്ടിക് യുദ്ധം ഹൈദരാബാദും കർണാട്ടിക് പ്രദേശങ്ങളുമായിട്ടുള്ള തർക്കം, മൂന്നാം കർണാട്ടിക് യുദ്ധം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ സപ്തവത്സര യുദ്ധമാണ്. ഏറ്റവും നിർണായകമായ യുദ്ധമാണ്. അവസാനിച്ച ഉടമ്പടി പാരീസ് ഉടമ്പടിയാണ്. അതോടുകൂടി ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് മെല്ലെ മെല്ലെ ഇന്ത്യ എത്തുകയാണ്. ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി ഇന്ത്യയിലെ പ്രധാന യൂറോപ്യൻ ശക്തിയായി മാറി. ഫ്രഞ്ചുകാരുടെ സ്വാധീനം പോണ്ടിച്ചേരിയിലും ചില ചെറിയ കേന്ദ്രങ്ങളിലും, മാഹി പോലെ, കാരക്കൽ പോലെ, യാനം പോലെയുള്ള ചില ചെറിയ സ്ഥലങ്ങളിലേക്കുമായിട്ട് പരിമിതപ്പെടുകയാണ്. പിന്നീട് 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോകുന്നു. ഓക്കെ, അത് നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ ഫ്രഞ്ചുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കുമ്പോൾ ഇത് മാത്രം കർണാട്ടിക് യുദ്ധം മാത്രം ഓർത്തു വെച്ചാൽ പോരാ. ഫ്രഞ്ചുകാരെ ഓർക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഫ്രഞ്ചുകാർ കമ്പനി സ്ഥാപനം നടത്തുന്നത് 1664 ചക്രവർത്തി ലൂയി 14 ആ കാലഘട്ടത്തിൽ. മന്ത്രി കോൾബത്താണ്. ആസ്ഥാനം പോണ്ടിച്ചേരിയാണ്. ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ഏതാണ്? പോണ്ടിച്ചേരിയാണ്, മറന്നു പോകരുത്. ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ഏതായിരുന്നു? പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരിയുടെ പിതാവ് കൂടി PSC പരീക്ഷകളിൽ വരാറുണ്ട്. ആ പോണ്ടിച്ചേരിയുടെ പിതാവിൻ്റെ പേര് ഫ്രാങ്കോയിസ് മാർട്ടിൻ എന്നാണ്. ഇപ്പം നമ്മൾ കർണാട്ടിക് യുദ്ധം പഠിച്ചു. ഒന്നാം കർണാട്ടിക് യുദ്ധം അത് എന്തായിരുന്നു? അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന സന്ധി ലാ ഷാപ്പേൽ സന്ധി. ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്, യൂറോപ്പിലുണ്ടായ ബന്ധവുമായി ബന്ധപ്പെട്ടാണ് അത് നടക്കുന്നത്. രണ്ടാം കർണാട്ടിക് യുദ്ധം എന്ന് പറഞ്ഞാൽ അത് പോണ്ടിച്ചേരി സന്ധിയാണ്. പോണ്ടിച്ചേരി ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമായിരുന്നു. ഹൈദരാബാദ്, കർണാട്ടിക് പ്രദേശങ്ങളിലെ അവകാശവുമായി ബന്ധപ്പെട്ട തർക്കമാണ്. മൂന്നാം കർണാട്ടിക് യുദ്ധം യൂറോപ്പിൽ നടന്ന സപ്തവത്സര യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടതാണ്. യൂറോപ്പിലെ സപ്തവത്സര യുദ്ധമാണ്. പക്ഷേ അതോടുകൂടി പാരീസ് ഉടമ്പടി ഉണ്ടാകുന്നു. അതോടുകൂടി ബ്രിട്ടന്റെ കയ്യിലേക്ക് ഏകദേശം ഇന്ത്യ മൊത്തം വരുന്നു. ഇനി അവസാനം നമുക്കുള്ളത് ഒരു കാര്യമുള്ളത് സ്വാതന്ത്ര്യാനന്തര വിമോചന സമരങ്ങളൊന്നും ഓർക്കണം. ഫ്രഞ്ച് കോളനികളുടെ വിമോചനം ഉണ്ടാകുന്നുണ്ട്. അത് 1948 മാഹിയിൽ വിമോചന സമരം നടക്കുന്നുണ്ട്. ഒക്ടോബർ 28 അത് അടിച്ചമർത്തുകയും ചെയ്യുന്നുണ്ട്. 1947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോഴും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഇന്ത്യ വിട്ടുപോയിരുന്നില്ല. ഫ്രഞ്ചുകാർ മാഹിയിലും പോണ്ടിച്ചേരിയിലുമുണ്ട്. മാഹിയിൽ അവർക്കെതിരെ സമരം നടക്കുന്നുണ്ട്. ആ സമരത്തിന് നേതൃത്വം നൽകിയത് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന IK കുമാരൻ മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പേര് മയ്യഴി ഗാന്ധി, IK കുമാരൻ മാസ്റ്റർ. ജൂലൈ 14 മയ്യഴിയിലേക്ക് വലിയ ബഹുജന മാർച്ച് നടക്കുന്നുണ്ട്. 1954 മയ്യഴി സ്വതന്ത്രമാവുകയും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയും ചെയ്തു. 463 വർഷത്തെ ഭരണമല്ല, സാന്നിധ്യം ഉണ്ടായിരുന്നു ആർക്കിവിടെ? അത് ഫ്രഞ്ചിനല്ല, പോർച്ചുഗീസുകാർക്ക്. ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന യൂറോപ്യൻ കോളനി വൽക്കരണം കൂടിയാണ് അവിടെ നമുക്ക് പോർച്ചുഗീസുകാർ പോകുന്നതോടുകൂടി അവസാനിക്കുന്നത്.
പോർച്ചുഗീസ് കോളനികളുടെ വിമോചനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾ ഓപ്പറേഷൻ വിജയിനെ ഓർക്കണം. ആ ഓപ്പറേഷൻ വിജയിച്ചതിന് ശേഷം ഗോവ, ദാമൻ, ദിയു തുടങ്ങിയവ വിമോചിക്കപ്പെടുന്നുണ്ട്. അത് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നാണ് വിമോചിക്കപ്പെടുന്നത്. അത് നിങ്ങൾ നന്നായിട്ട് ഓർത്തു വെക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പം നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. അവസാന ഭാഗം എന്ന് പറയുന്നത് മയ്യഴിയുടെ വിമോചനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954. കാരക്കൽ മാത്രമല്ല, മാഹിയും യാനവും ഒക്കെ തന്നെ, പോണ്ടിച്ചേരിയും ഒക്കെ തന്നെ എവിടേക്ക് ചേർക്കപ്പെട്ടു? ഇന്ത്യയിലേക്ക് ചേർക്കപ്പെട്ടു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. അപ്പോഴത്തെ രാജാവ് ലൂയി 14 കോർബട്ടായിരുന്നു അവിടുത്തെ മന്ത്രി. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. പോഡാ ബീഫെ, അതിലെ ഫ അവസാനം. പ്രധാന കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി, ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം. ഫ്രാങ്കോയിസ് മാർട്ടിൻ, പോണ്ടിച്ചേരിയുടെ പിതാവ്, മറന്നു പോകരുത്. സൂരറ്റ്, മസൂലി പട്ടണം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറികളാണ്. സൂറത്ത് കർണാട്ടിക് യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. സന്ധികളെക്കുറിച്ച് പഠിച്ചു. സ്വാതന്ത്ര്യാനന്തരം ഫ്രഞ്ചുകാർ മാഹിയിൽ വിമോചന സമരം നടക്കുന്നു. ഫ്രഞ്ചുകാർ വിമോചന സമരത്തെ അടിച്ചമർത്തുന്നു 1948 ഒക്ടോബറിൽ. 1945 ജൂലൈ 14 സമരക്കാർ മയ്യഴിയിലേക്ക് ബഹുജന മാർച്ച് നടത്തുന്നു. ഫ്രഞ്ചുകാരുടെ കോളനി ആയിരുന്ന പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? അത് പോണ്ടിച്ചേരിയുണ്ട്, അതുപോലെ തന്നെ കാരക്കലുണ്ട്, യാനമുണ്ട്, മാഹിയുണ്ട്. ഓക്കെ, പോർച്ചുഗീസുകാരുടെ ഗോവ, ദാമൻ, ദിയു. ഇനി നോട്ട് നോക്കുക. ഇതിൽ നിന്നുള്ള എക്സാം ഇന്നാണ് അപ്ലോഡ് ചെയ്തത്. ഇന്ന് കാണുന്നവർക്ക് നേരെ നിങ്ങൾക്ക് നാളെ ടെലിഗ്രാമിൽ കിട്ടും. മറ്റുള്ളവർക്ക് ഇതിൻ്റെ ഒപ്പം ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മുടെ ബ്ലോഗിലെ ലിങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും. അതിൽ നിന്നുള്ളൊരു എക്സാം നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ കിട്ടും. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ക്ലാസ്സുകളൊക്കെ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, നമ്മുടെ അപ്രോച്ചിൻ്റെ രീതി ഒക്കെ പറയുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.